ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. സർക്കാർ അധികാരത്തിൽ വന്ന ഉടനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തൂഫാൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ് ഇതിനോടകം പിടിച്ചെടുത്തത്. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5736 പേർ അറസ്റ്റിലായി. 3706.743 ഗ്രാം MDMA, 392 കിലോഗ്രാം കഞ്ചാവ്, 3776.039 ഗ്രാം ഹാഷിഷ് ഓയിൽ, 4.85 ഗ്രാം ഹാഷിഷ്, 657.219 ഗ്രാം ബ്രൗൺ ഷുഗർ, 12.6709 ഗ്രാം മെത്താഫെറ്റമിൻ, 31.23 ഗ്രാം ഹെറോയിൻ, 428 കഞ്ചാവ് ചെടികൾ, 11 LSD സ്റ്റാമ്പുകൾ, 56 ഗ്രാം നൈട്രോസെപ്പാം, 25.23 ഗ്രാം ഓപ്പിയം, 1.6 ഗ്രാം ചരസ്, 3294 കഞ്ചാവ് ബീഡികൾ തുടങ്ങി മാരക ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. എറണാകുളത്ത് നിന്ന് പിടികൂടിയ 18 കോടി രൂപ വിലമതിക്കുന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയും അതിന്റെ അടിവേര് തേടുന്ന യാത്രകളും സമാനതകളില്ലാത്തതാണ്. പത്തനംതിട്ട പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് ഡൽഹി, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് നൈജീരിയൻ സ്വദേശികളായ അന്താരാഷ്ട്ര ലഹരി വിതരണക്കാരെ അറസ്റ്റ് ചെയ്തത്. 26 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMA ആണ് മലപ്പുറത്ത് പിടിച്ചെടുത്തത്. കാസർകോട്ടെ പുകയില ലഹരി നിർമ്മാണ കേന്ദ്രം തകർത്താണ് 15000 പാക്കറ്റ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ടായിരുന്നു അവിടെ മിഠായി രൂപത്തിൽ ലഹരി നിർമ്മാണം. തൂഫാൻ സ്ട്രൈക്ക് എന്ന സ്പെഷ്യൽ ഡ്രൈവിലൂടെ മാത്രം 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേർ അറസ്റ്റിലായി. മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനം ഫലപ്രദമായി തടയാനും കേന്ദ്ര ഏജൻസികളുടെ യോഗം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി പ്രത്യേക യൂണിറ്റ് രൂപീകരിക്കാനും ഡ്രോൺ സൈബർ നിരീക്ഷണങ്ങൾ ശക്തമാക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. തൂഫാൻ കൊടുങ്കാറ്റ് വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമായി തുടരുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. തൂഫാന് പുറമെ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. സമൂഹത്തിലെ പ്രധാന വ്യക്തികളെ തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ചുള്ള പ്രചരണവും ശ്രദ്ധേയമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.